ഭ്രാന്ത് വീഡിയോ ചെയ്യണം. ഹലോ ഗൈസ് 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 അപ്പം ഇന്ന് ഫിദപ്പിൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ ഒരുങ്ങി സുന്ദരിയായിട്ടുണ്ട്. സുന്ദരി എന്നെ സുന്ദരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം റഷ ഇങ്ങ് വരും. അവിടെ കസിൻസൊക്കെ ഉണ്ടെന്ന് വീട്ടിലാരുമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ റഷ ഇങ്ങ് വരും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവും. ഫിദയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല എന്താണ് അവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് പരിപാടി സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്? കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. NSSലെ 90 പേരിൽ നിന്നിട്ട് നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ചുരുക്കം ചില പ്രിയപ്പെട്ട മനുഷ്യരിലേക്ക് ഇവരൊക്കെ കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. സ്റ്റിൽ നൗ അവരിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയണത്. ഞങ്ങളെല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നൊരു ദിവസമാണ് കേട്ടോ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഫിദാപ്പൂ തന്നെയാണ്. അവൾ എപ്പോഴും എല്ലാവരുടെയും പരിപാടിക്ക് അത്രയും എഫേർട്ട് എടുത്ത് മുമ്പോട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ ഫിദക്ക് എന്താ പറയാനുള്ളത് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഫുഡ് കഴിച്ചില്ലേ? ഓക്കെ, ഇനി ഓരോരോ പരിപാടികളായിട്ട് നമുക്ക് ഉഷാറാക്കാം. അപ്പൊ എല്ലാവരും വരണം, നമുക്കെല്ലാം ഉഷാറാക്കാം. എല്ലാവരും നാളെ കല്യാണത്തിന് വരണം. ഇതൊരു വലിയ മുഹൂർത്തമായിട്ട് കാണാണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ എൻ്റെ വീട്ടിലൊക്കെ ഒപ്പുണ്ടായിരുന്ന മോള് നാളെ മുതൽ നിക്കാഹ് കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവാണ്. അപ്പോ എന്തൊരു മറ്റേ ദമ്പതികൾ എന്നൊക്കെ പറയുമല്ലോ, മറ്റേ മേഡ് ഫോർ ഈച്ച് അതർ. ഭാര്യക്ക് വളരെ ഭർത്താവ് പറഞ്ഞു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഇവിടെ വണ്ടർഫുൾ കപ്പിളല്ലേ. ആ മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ. നമ്മൾ കൂടുതൽ ഇമോഷണൽ ആക്കണ്ട. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്തിട്ട് അവരുടെ വൈക്ക് വിടുക, സ്വതന്ത്രമാക്കി വിടുക. Bye guys.